കുട്ടികളുടെ പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണത്. നമ്മളിതിൻ്റെ അതിൻ്റെ ബേസാണ് ആദ്യം ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. സിമൻറ്റും പ്ലാസ്റ്റർ പാരീസ് എല്ലാം ഉപയോഗിച്ച് അത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണ് നമ്മൾ നോക്കിയേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റിസൾട്ടാണ് നമ്മൾ ഫൈനലായിട്ട് വരാൻ പോകുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന്. അതെ, പവർ ജനറേഷനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഉൽപ്പാദനവും വിതരണവുമാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തേക്കുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ്. അതായത് ജലത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാകും. ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്യുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി ലഭിക്കും. അത് ഈ പെൻസ്റ്റോക്ക് വഴിയിലേക്ക് വരുമ്പോൾ അത് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ആവുകയും അത് ഈ വന്ന വാട്ടർ ടർബൈനിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ആ കൈനറ്റിക് എനർജി മെക്കാനിക്കൽ എനർജി യാന്ത്രികോർജ്ജമായിട്ട് മാറും. ആ യാന്ത്രികോർജ്ജം അതുമായിട്ട് ബന്ധിപ്പിക്കുന്ന ജനറേറ്റർ കറങ്ങുമ്പോൾ അത് വൈദ്യുതോർജ്ജമായിട്ട് മാറിയാണ് നമുക്ക് പല വൈദ്യുതികളും ലഭിക്കുന്നത്. ഈ ജനറേറ്റ് ചെയ്ത വെള്ളമായിരിക്കും ടെയിൽ റൈസ് വഴി പുറത്തു പോകുന്നത്. ഈ ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതിയാണ് നമ്മൾ പല ഇതിനും, അതായത് ഇലക്ട്രിക് ട്രാക്ഷന് വേണ്ടിയും എല്ലാം ഉപയോഗിക്കുന്നത്. നമ്മൾ ലൈറ്റിങ്ങിനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് പുറമെ നമുക്കിപ്പം പല സോഴ്സുകൾ അറിയാം. അതിൻ്റെ കൂടെ നമ്മളെ വിൻഡ് മില്ലും നമ്മൾ ഈ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് വിൻഡ് മില്ലെന്ന് പറയുന്നത്. കാറ്റടിക്കുന്ന സ്ഥലങ്ങളിൽ, അതായത് കേരളത്തിൽ 2 സ്ഥലത്താണുള്ളത്. കഞ്ചിക്കോടും പാലക്കാട് കഞ്ചിക്കോടും ഇടുക്കി രാമക്കൽമേടുമാണ്. അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിക്കുന്നത്. ഇതൊക്കെ ട്രാൻസ്മിഷൻ ടവറാണ്. അതായത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതി അതുപോലെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി 11 kV നമ്മൾ അതേപോലെ ട്രാൻസ്മിറ്റ് ചെയ്താൽ നമ്മൾ തിരുവനന്തപുരം പോലെ ദൂരെയുള്ള ജില്ലകളിലേക്ക് അത് അല്പം മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ വോൾട്ടേജൊക്കെ ഉയർത്തി 220 kV ലെവലിലൊക്കെ കൊണ്ടുവന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇത്രയും ടവർ വഴിയാണ് കൊണ്ടുവരുന്നത്. അതിനെ വീണ്ടും കൊണ്ടുവന്ന് ട്രാൻസ്ഫോമറിൻ്റെ സഹായത്തോടെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് നമുക്ക് വീടുകളിൽ ലഭിക്കുന്നത്. അതായത് പവർ ഹൗസിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണിത്. നമ്മൾ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിച്ച് ചെയ്യുന്നത് ബീഡ്സാണ്. ബുത്തുകളും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളിത് ചെയ്തിട്ടുണ്ട്. ടവർ ഓൾമോസ്റ്റ് നമ്മൾ അതിൻ്റെ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വാട്ടർ ടർബൈൻ്റെ ഇത് ഉള്ള വെള്ളം വീഴുമ്പോൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് കറങ്ങുന്ന രീതിയിൽ നമ്മൾ അത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് ടെക്നിക്കൽ എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇത് ഇഷ്ടപ്പെടുക. ഇതിൽ നമ്മൾ വിൻഡ് മില്ലിനെ കുറിച്ച് പറയുമ്പോൾ വിൻഡ് മില്ല് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ അത് താനേ കറങ്ങി തുടങ്ങണമെങ്കിൽ ശക്തമായ കാറ്റടിക്കണം. അത് കിട്ടാറില്ല. അതുകൊണ്ട് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് സപ്ലൈ എടുത്ത് അതിനെ ആദ്യം മോട്ടറാക്ട് ആക്ട് ചെയ്ത് കറങ്ങി നിശ്ചിത ഒരു വെലോസിറ്റി ആകുമ്പോഴത്തേക്കാണ് കാറ്റും കൂടെ അടിക്കുമ്പോൾ അതിൻ്റെ ഓവർ സ്പീഡ് കറങ്ങുമ്പോഴാണ് അത് ജനറേറ്റ് ചെയ്ത് അതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോയിലുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ടെക്നിക്കൽ സൈഡ് അറിയണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേ എല്ലാവർക്കും ബൈ.